ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചേർത്തലയിലെ ഒരു അടിപൊളി ലഞ്ച് സ്പോട്ടിലേക്കാണ് കേട്ടോ. നല്ല നാടൻ ഊണും മീൻ വറുത്തതും പൊള്ളിച്ചതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇതിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, ഞാനത് അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിക്കഴിഞ്ഞ് ഇതാണ് ബിസ് ചേച്ചിയുടേതാണ് ഈ ഹോട്ടൽ. ചേച്ചി നമ്മുടെ കസിൻ കൂടെയാണ് കേട്ടോ. എൻ്റെ മോനാണ് ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത്. നല്ല സമയത്താണ് നമ്മളെന്ന്, നല്ല 12 മണി സമയത്ത് ഇത് ചോറൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചോറ്, തൊടുകറികൾ, നല്ല നല്ല ഹോംലി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അസാധ്യ രുചിയാണ് ഒന്നിനും. ചോറിൻ്റെ കൂടെ കക്ക ഫ്രൈ ഒക്കെ ഉണ്ട്, നല്ല വെള്ള നാരങ്ങ അച്ചാറും മീൻ കറിയും. പറയാനില്ല, എന്താ ടേസ്റ്റ് എന്നറിയാമോ? നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോയി ഫുഡ് കഴിക്കണം കേട്ടോ. നമ്മൾ നല്ല മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു ഊണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് സെറ്റാവില്ലേ? അങ്ങനത്തെ ഒരു സ്പോട്ടാണ് കേട്ടോ അത്. ഉരുളിക്കകത്ത് നല്ല മീൻ പൊള്ളിച്ചതൊക്കെ റെഡിയാക്കി സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് സമയത്ത് ചെന്നുകൊണ്ട് നമുക്കിതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആ വഴി പോയപ്പോഴത്തേക്ക് വെറുതെ കയറിയതാണ്. നല്ല കൊഴുവ ഫ്രൈ, നല്ല ചൂട് സാമ്പാർ, മീനാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ആ ദിവസം കിട്ടുന്ന മീനുകൾ, മാർക്കറ്റിൽ ഫ്രഷായിട്ട് കിട്ടുന്ന മീനുകൾ എല്ലാ ദിവസവും പോയി എടുക്കുന്നതാണ്. മത്തിയോ അയില, സിലോപ്യ, അങ്ങനെ എല്ലാ മീനുകളും കിട്ടും. നമ്മളെന്നിപ്പോൾ മീൻ വറുക്കാനിടായിരുന്നു കേട്ടോ. നല്ല ചൂടായിട്ടാണ് മീൻ വറുത്താക്കി കൊടുക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള എണ്ണയിൽ കറിവേപ്പിലൊക്കെ അങ്ങനെ വിതറി വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെന്നപ്പോഴത്തേക്കും. എല്ലാ ദിവസവും ഇതിവിടെ നടക്കുന്ന കാര്യമുണ്ടോ. നമ്മളിതിൽ ജസ്റ്റ് പോയപ്പോഴത്തേക്കും അവിടെ കയറിയപ്പോൾ വീഡിയോ എടുത്തുന്നേ ഉള്ളേ. നമ്മളവിടെ ആ വഴി പോകുമ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. നല്ല വിറകടുപ്പിലാണ് കേട്ടോ. ഇത് മറ്റേ പൊടിയൊക്കെ ഇടുന്ന അറക്കപ്പൊടിയോ അങ്ങനെ എന്തോ സാധനം ഇടുന്ന ഒരു അടുപ്പാണത്. ട്രഡീഷണൽ സംഭവമാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴും ഗ്യാസൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവർ കഷ്ടപ്പെട്ട് പുകയൊക്കെ ഊതിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അസാധ്യ ടേസ്റ്റാണ് അതിന്. 12 മണി സമയം കഴിഞ്ഞ് അത്യാവശ്യം പാഴ്സലുകളൊക്കെ പോകുന്ന സമയമാണിത്. 1 മണിയൊക്കെ ആയിക്കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഏകദേശം ഒരു 20-25 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. നല്ല ആൾക്കാരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കൂടുതലും വർക്കേഴ്സ്, അടുത്തുള്ള ജോലിക്കാരായ ചേട്ടന്മാർ, ഇങ്ങനെ യാത്രക്കാർ, അങ്ങനെ ആയിട്ടാണ് കൂടുതലും. ഇവിടെ സ്ഥിരം ആൾക്കാരും ഉണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മളൊരു പ്രാവശ്യം കഴിച്ചാൽ നമ്മൾ ആ വഴി പോകുകയാണെങ്കിൽ ഇവിടെ നിന്നേ ഫുഡ് കഴിക്കുള്ളൂ. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. ചേച്ചിമാരുടെ നാടൻ മീൻകറിക്കൊക്കെ അത്രയ്ക്ക് ഫാൻസാണ് ഇവിടെ. അപ്പോൾ സംസാരിച്ച സമയങ്ങളായത് ഞാൻ വേഗം ഫുഡ് കഴിക്കാൻ പോകണേ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് സമാധാനമായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. വേഗം കഴിച്ച് എഴുന്നേക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ ചോറൊക്കെ എടുത്ത് സാമ്പാർ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2 കുഴി ഒഴിച്ചത്. പക്ഷേ മീൻകറി തന്നെ ഒഴിച്ചു. അത് ഒഴിച്ച് കഴിക്കാമല്ലോ എന്നോർത്ത്. സാമ്പാർ പിന്നെയാണെങ്കിൽ കഴിക്കാമല്ലോ. അങ്ങനത്തെ 2 പപ്പടമൊക്കെ വെച്ച് ഞാൻ ഊണ് സ്റ്റാർട്ട് ചെയ്യേണ്ട. നല്ലൊരു അടിപൊളി അയില വറുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അയില വറുത്തൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലൊന്നും വിചാരിക്കരുത്. സൂപ്പർ സാധനം ആയതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. സിലോപ്പി പൊള്ളിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കറികളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ 2 പേരും, ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. വേസ്റ്റാവും വെറുതെ എല്ലാം കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് സിലോപ്പി പൊള്ളിച്ചത്. പിന്നെ നമുക്ക് കക്ക ഫ്രൈ ഒക്കെ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാനതൊരു പ്ലേറ്റ് എക്സ്ട്രാ കൂടെ വാങ്ങിയതാണ് കേട്ടോ. അത് അസാധ്യ ടേസ്റ്റാണ് ആ സാധനത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലേറ്റ് എക്സ്ട്രാ വാങ്ങി. ചോറിൻ്റെ കൂടെ സാമ്പാറുണ്ട്, മോര് കാച്ചിയതുണ്ട്, പിന്നെ പച്ചമോരുണ്ട്, അങ്ങനെ ഒഴിച്ച കറികളൊക്കെ ഉണ്ട്. പിന്നെ കറികളൊക്കെ ഡെയിലി മാറി വരും കേട്ടോ. സാധാരണ ഹോട്ടലുകളിലെ പോലെയൊക്കെ തന്നെ അവിയൽ, തോരൻ, അങ്ങനെ മാറി മാറിയാണ് എടുക്കുന്നത്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ ഒത്തിരി വെച്ചിട്ട് ഇന്നിപ്പോൾ അവിയലൊന്നുമില്ല. ഇന്ന് തക്കാളിക്കറി, മാങ്ങാപ്പച്ചടി, അങ്ങനത്തെ കറികളൊക്കെയാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിലൊരു കോംപ്രമൈസും ഇല്ല. എന്താ ഉണ്ടാക്കിയാലും പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. ചേച്ചി കൊച്ചിനെ നോക്കുന്ന നേരത്തെ തന്നെ ഞങ്ങൾ വേഗം ഫുഡ് അടിച്ച് ചേർക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹളമായിരിക്കും, നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അയില വറുത്ത കുട്ടി നൈസായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സവാളയുടെ ഒരു കഷ്ണമൊക്കെ വെച്ചിട്ട് അയില വറുത്ത കഴിക്കാമെന്നെങ്കിലുണ്ടല്ലോ, ഇത് പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ മീൻ വറുത്തതിൻ്റെ കൂടെ സവാള കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. സാമ്പാറൊക്കെ എന്താണ് ഉടായിപ്പ് സാമ്പാറെന്നല്ല കേട്ടോ. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള സാമ്പാറൊക്കെ തന്നെയാണ് കേട്ടോ. ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഉണ്ട്.
വെറുതെ വെള്ളം പോലത്തെ സാമ്പാർ നല്ല നല്ല കട്ടിയുള്ള നല്ല സൂപ്പർ സാമ്പാറൊക്കെയാണ്. നമുക്ക് ചൂടായിട്ട് ഓംലെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. ഇപ്പം മീൻ വറുത്ത ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് ചെല്ലുവാണെങ്കിൽ നമുക്ക് വലിയ മീൻ വറുത്തൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചാള വറുത്തത് അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, കൊഴുവ ഒക്കെയുണ്ട്. നമുക്ക് ഓംലെറ്റ് വേണമെങ്കിൽ ഓംലെറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഓംലെറ്റിനൊക്കെ 20 രൂപയാണ്. ഈ നോർമൽ ഊണിന് ഈ കക്കാർച്ചി ഫ്രൈ ഒക്കെ വരുന്ന നോർമൽ ഊണിന് 60 രൂപയാണ് കേട്ടോ. പാഴ്സൽ വരുമ്പോഴത്തേക്കും 10 റുപ്പീസ് കൂടും. പിന്നെ മീൻ വറുത്തൊക്കെ സൈസിനനുസരിച്ചാണ്. മീൻ പൊള്ളിച്ചതാണെങ്കിലും സൈസിനനുസരിച്ചൊരു 70 രൂപയൊക്കെ വരും. നേരത്തെ 30-40 രൂപയ്ക്കൊക്കെ ചാള വറുത്തതൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ വില അധികരിച്ചത് കൊണ്ട് 70 രൂപ ആ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. 70 അല്ല 60 ആണെന്ന് തോന്നുന്നു. നമ്മൾ അയില വാങ്ങിച്ച ഇതൊരു 70 രൂപ റേഞ്ച് 80 രൂപ റേഞ്ച് വരുന്ന അയില ഉണ്ടാവും. പിന്നെ നമ്മൾ മോര് ചാറൊക്കെ ഒഴിച്ച് അങ്ങനെ ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും കളയാൻ തോന്നുന്നില്ല, ഒട്ടും നമുക്ക് ബാക്കി വെക്കാൻ തോന്നുന്നില്ല കേട്ടോ. നമുക്ക് തൃപ്തിയായിട്ട് ഫുഡ് കഴിക്കാം. നാരങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാത്രം കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ചേട്ടായി ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിസ് ചേച്ചിയും പിന്നെ വേറെ 2 ചേച്ചിമാരും കൂടെയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ്, ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത് എല്ലാവരും ഒന്നിച്ചാണ്. നല്ല സ്നേഹത്തോടെ നമ്മൾ ചിരിച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യത്തിന് വിളമ്പി തരികയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ടിരുന്ന് നല്ല സന്തോഷത്തോടെ ഫുഡ് കഴിച്ചിറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് നമ്മളിപ്പോൾ എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ ചേർത്തല ഒറ്റപ്പന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് നമ്മൾ ചേർത്തല സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന ആ വഴിയിൽ ഒറ്റപ്പന ജംഗ്ഷൻ കഴിഞ്ഞൊരു 200 മീറ്ററോളം ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഹോട്ടൽ ആര്യയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക. നല്ല അടിപൊളി സ്പോട്ടാണ്. നമ്മൾ തൃപ്തിയായിട്ട് ഊണൊക്കെ കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഓക്കെ, ബൈ, താങ്ക് യു.